തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി വായോ വായോ നീ എൻ മാറിൽ ചായോ മഞ്ഞൾ പുത്താലി തരാം നിന്റെ മാരനെ കൂടെ വരാം പൊന്നും മിന്നും പൊണാരും വേണ്ട പൊള്ളാച്ചിത്തേ വരലേ വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ നാട്ടുപൊങ്കലെ നെഞ്ചിലല്ലേ. നമ്മുടെ പാട്ട് 3 വർഷം മുമ്പ് പാടിയ പാട്ട് വീണ്ടും ഒന്ന് പൊടിവെട്ടി പാടിയെന്നേ ഉള്ളൂ കേട്ടോ. തെച്ചി എന്ന് കാണുമ്പോൾ ആ ഒരു പാട്ട് തന്നെയാണ് എനിക്ക് ശരിക്കും മനസ്സിൽ ഓർമ്മ വരിക. പിന്നെ നമ്മൾ വേറൊരു പാട്ടുണ്ട്, തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ് അല്ലേ, തെച്ചി. തെച്ചിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, വേര് പിടിപ്പിക്കുന്നത്, അതിൻ്റെ കെയറിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വേനൽ സമയത്ത് ഞാൻ വേനലിൻ്റെ മുന്നേ ആയിട്ടും അല്ലാതെയൊക്കെ ഞാൻ നന്നായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, ചെതലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെടിക്ക്. അപ്പം കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തീരെ ഇലകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നേ. അപ്പോൾ ആകെ പേടിച്ചു, ഇത് പോയി ചെടി നഷ്ടപ്പെട്ടു പോയി. പക്ഷേ റിക്കവർ ചെയ്ത് എടുത്തു എങ്ങനെയൊക്കെയോ കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഞാൻ പ്രൂൺ ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയപ്പം വേനൽ സമയത്തൊന്ന് പ്രൂൺ ചെയ്തു. അപ്പോൾ അത് പറ്റിയില്ല ചെടിക്ക്. അപ്പോൾ അതങ്ങനെ ഷോക്കായിട്ട് നിന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് 2-3 തളിർപ്പുകൾ അവിടെ ഇവിടെയൊക്കെ വന്നു. പിന്നെ അതിങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു ഏരിയയിൽ കുറച്ച് അത്യാവശ്യം വെയിലുള്ള കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പം അതിനെ കൊണ്ട് ഒരു ഉണക്ക് വന്നതാണ്. അപ്പം നമ്മൾ വേനൽ സമയത്ത് ഒരിക്കലും ഡീപ്പ് പ്രൂണിങ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്തവണ ഞാൻ നമ്മുടെ ചെടി ഒന്ന് നന്നായി നല്ല ഇലകളൊക്കെ വന്നതിന് ശേഷം ഫ്ലവർ ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിൽ കിട്ടിയിട്ടും അങ്ങനെ ഫ്ലവറൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ജൈവ വളങ്ങൾ തന്നെയാണ് ഞാൻ ചേർക്കാറ്. പക്ഷേ ഇത്തവണ ഞാൻ ഒരു കെമിക്കൽ വളം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതായത് പൂക്കൾ വരാത്തത് കാരണം കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ DAP ആണ് കേട്ടോ. ഈ ഒരു DAP ഞാൻ സാധാരണ നമ്മളെ അടീനിയം അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ തെച്ചിക്ക് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. തെച്ചിക്ക് ഉപയോഗിച്ചു നല്ല മഴ സമയത്താണ് ഉപയോഗിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് ഗ്രാന്യൂൾസ് ആയിട്ട് നമുക്കിടാം. അതുപോലെ തന്നെ ഫോളിയാർ സ്പ്രേയും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു 5 മുതൽ 10 ബോൾസ് വരെ ഇട്ടിട്ട് നന്നായിട്ട് നനച്ചു കേട്ടോ. വേരിൻ്റെ മേലെയല്ല, കുറച്ചൊക്കെ ചുറ്റായിട്ട് ഇട്ടിട്ട് കുറച്ചൊന്ന് മണ്ണ് നീക്കി കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ട് നന്നായിട്ട് നനച്ചു. അത് റിപ്പീറ്റ് ചെയ്ത് 15 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ചെയ്തു. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ്. ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നല്ലോണം ഫ്ലവറും അതുപോലെ തന്നെ ഒരുപാട് ശാഖകൾ നിങ്ങൾക്ക് കണ്ടാലറിയാം. നമ്മൾ ഈ ഒരു തെച്ചി നല്ല അത്യാവശ്യം ഹ്യൂജ് സൈസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ടേമിലും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ കട്ട് ചെയ്തത് കുറച്ച് ആ വേനൽ സമയത്ത് ആയതുകൊണ്ട് മാത്രമായിരിക്കണം ചെടിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെ വന്നത്, ഒരു ചെതൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു DAP കൊടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് നനച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ റൂട്ട്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മണ്ണിലേക്ക് ആ ഒരു ന്യൂട്രിയൻസ് മെല്ലെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ ആ ഒരു പെട്ടെന്നുള്ള ഗ്രോത്തും അതുപോലെ തന്നെ വലിയ വലിയ പൂക്കളും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആ ഒരു അടിപൊളി മഞ്ഞ തെച്ചി, നല്ല കൊടയായിട്ടുള്ള തെച്ചി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമുക്ക് ഓണക്കാലം ആകുമ്പോൾ നമുക്ക് തെച്ചി, ചെമ്പരത്തി ഇങ്ങനെയുള്ള കുറേ നല്ല ഓർമ്മകളാണ് അല്ലേ, നല്ല ഭംഗിയല്ലേ. എപ്പോഴും നാടൻ പൂക്കളോട് എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായിരിക്കും. പിന്നെ ഇതാ ഇപ്പം നിറച്ചും പൂക്കളാണ്, ഇഷ്ടം പോലെ എല്ലാ കൊലയിലും പൂക്കളുണ്ട്. ഇതിന് ഒരു പ്രത്യേക നല്ലൊരു കളറാണ് കേട്ടോ. സാധാരണ ഒരു ലൈറ്റ് അല്ല, ഒരു ഡാർക്ക് റെഡ് തന്നെയാണ്, നല്ല ഡാർക്ക് റെഡാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആ ഒരു കളർ കേട്ടോ. ഇതൊരു യെല്ലോ അല്ല, കറക്റ്റ് യെല്ലോ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ചന്ദന കളർ, അതിൽ കുറച്ചൊരു ഓറഞ്ച് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്. പ്യുവർ യെല്ലോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഞാൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടുന്നേളും. പിന്നെ ഞാൻ DAPൻ്റെ ഒരു കാര്യം കുറച്ചും കൂടി പറയട്ടെ. നമ്മൾ ഈ ഒരു കെമിക്കൽ വളം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്ത്, കെമിക്കൽ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ. കെമിക്കൽ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ കാര്യങ്ങളും അറിയണം. ഒരിക്കലും ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് എമൗണ്ടിൽ നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. അത്
ചിലപ്പോൾ നമ്മൾ ചെടീനെ ഹാം ചെയ്യും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ രീതി പോലെ ചെയ്യുക. അതായത് ഇപ്പം ഓരോരോ ചെടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇപ്പം 8 മുതൽ 10 ഗ്രാനുവൽസ് ആണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക, എന്താണ് ചെടിക്ക് മാറ്റം സംഭവിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ മണ്ണിൽ ഡയറക്റ്റ് ചട്ടിയിലൊക്കെ ആണെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, റൂട്ടിൻ്റെ മുരട്ട് കൊണ്ടിടരുത് കേട്ടോ. വിട്ടിട്ട്, അതായത് ചട്ടിയിൽ ചുറ്റും വിട്ടിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം നനച്ച് കൊടുക്കും വേണം. അപ്പോൾ ഡയറക്റ്റ് മണ്ണിലാണെങ്കിലും അതും ചുറ്റും ഒരു തടം ഇതാക്കിയിട്ട് അതിൽ ചുറ്റും ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ വാച്ച് ചെയ്യുക, എന്താണ് ചെടിക്ക് സംഭവിക്കുന്നത്. അതുപോലെ പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ആ ചെടിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ആദ്യം ശ്രദ്ധിക്കണേ. നമ്മൾ ഈ DAP ഫെർട്ടിലൈസർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് മെല്ലെ റിലീസ് ചെയ്യും, മണ്ണിലേക്ക് ഇങ്ങനെ അലിഞ്ഞു ചേരും. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ എന്താ ചെയ്യുക വെച്ചാൽ ഈ റൂട്ട് സിസ്റ്റം, അതായത് ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് എന്താ ചെയ്യുക, സ്ട്രോങ് ആക്കും, റൂട്ട്സിനെ വളരെ സ്ട്രോങ് ആക്കും ചെയ്യും. നല്ല ഭംഗിയായിട്ട് ചെടി വരും. ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ചെടികളുടെ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മിക്കവാറും നഴ്സറികളിലൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പൂക്കളും ഇത്രയും ഹെൽത്തി ആയിട്ടും ചെടി ഇരിക്കുന്നത്, അത് ഒരു ലോങ് ടേം റണ്ണിന് നല്ലതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് ചെടീൻ്റെ ലൈഫ് സ്പാനെ തന്നെ കുറയ്ക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു പൂതിക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഇലകൾക്കും കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു വ്യത്യാസവും അതിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഷൈനിങ്ങും കളറും ഒക്കെ എടുത്ത് കാണിക്കും. അതാണ്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഫോളിയർ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് NPK യൂസ് ചെയ്യാം 19-19. അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് പൊടിയായിട്ട് കിട്ടും. നമുക്ക് 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ടിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് നല്ല രാവിലെയോ അല്ലെങ്കിൽ നല്ല വൈകിട്ടോ കൊടുക്കുക. വെള്ളം നല്ലോണം ചെടിക്ക് നനച്ചതിന് ശേഷം ഇലകളുടെ അടിയിലും അവിടെയൊക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.